ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവമുണ്ട്. ഇപ്പം നമ്മൾ ഏത് കാര്യം എടുത്താലും ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സംതൃപ്തി കിട്ടുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് എന്തിനു കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നൊരു വ്യക്തി തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മൾ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വികാരമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. അത് ഓരോരുത്തരുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനുമൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ട് കിടക്കും. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ ചില പങ്കാളികൾക്ക് കൂടുതൽ സംതൃപ്തി കിട്ടുന്ന രീതിയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ചിലരെ സംബന്ധിച്ച് അവരുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാര്യമാണ്. ചില സ്ത്രീകളെ സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലും അതിച്ചിരി പ്രായം കൂടിയാൽ പോലും അവരുടെ സന്തോഷത്തിനും ആരോഗ്യത്തിനും പേഴ്സണാലിറ്റിക്കും അതുപോലെ തന്നെ വികാര വിചാരങ്ങൾക്കുമൊക്കെ അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ചില സാഹചര്യത്തിൽ കാമത്തിൻ്റേതായ ഫാൻറ്റസികൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. അവരെ സംബന്ധിച്ച് അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുമുണ്ട്. ഈ വിശപ്പ് പോലെ തന്നെയുള്ള മറ്റൊരു വികാരമാണ് ഇതും. ചിലർക്കാണെങ്കിൽ വിശപ്പ് തീരെ കുറവായിരിക്കും, എന്തെങ്കിലും കഴിച്ചാൽ മതി അവർക്ക് സംതൃപ്തി കിട്ടാൻ. എന്നാൽ ചിലർക്ക് അങ്ങനല്ല, നല്ല വിശപ്പായിരിക്കും. അവരെ സംബന്ധിച്ച് ആഹാരത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, കൊതിയുണ്ട്, ഒരാർത്തിയുണ്ട്. കാമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചിലർക്ക് അങ്ങനെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലായിട്ട് വേണം. എനിക്ക് തോന്നുന്നു ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തി തന്നെ ശീലത്തിൻ്റെ ഭാഗമായിട്ട് വളർത്തിയെടുത്തിട്ടുള്ളതാണ്. ചിലർക്കാണെങ്കിൽ 2 പ്രാവശ്യം രതിമൂർച്ച കിട്ടിയെങ്കിലേ പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ രണ്ടാമത്തതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് പുരുഷ പങ്കാളി ഫോർപ്ലേക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ആദ്യത്തെ ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ചിലരിൽ രഹസ്യമായിട്ട് സംഭവിക്കാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനം ഇവരിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് സർക്കുലേഷൻ വളരെ കൂടുതലായിരിക്കും, സ്റ്റിമുലേഷൻ വളരെ കൂടുതലായിരിക്കും. തന്നെയല്ല, ഈ സമയത്ത് ഒരു പ്രത്യേക ആത്മവിസ്മൃതിയിലേക്ക് ഈ വ്യക്തി പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ശരീരത്തിൻ്റെ പ്രവർത്തനം തികച്ചും വ്യക്തിപരമാണ്. അതിന് ആരോഗ്യമായിട്ട് സാഹചര്യമായിട്ട് ഒക്കെ വളരെയേറെ ബന്ധമുണ്ട്. അതുപോലെ അടിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് ചില കാര്യത്തിനോടൊരു ആഗ്രഹം തോന്നും. ഒരു പക്ഷേ ചില ദിവസം മാത്രമായിരിക്കും അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നത്. ഈ സമയത്ത് അതിൻ്റേതായ മാറ്റം ശരീരത്തിനും കാണും, മനസ്സിനും കാണും. ഇപ്പം നല്ല സ്നേഹവും അടുപ്പമൊക്കെയുള്ള പങ്കാളികളാണെങ്കിൽ 2 കൂട്ടരുടെയും ഫീലിങ്സ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഫീലിങ്സ്, അത് ഏത് സാഹചര്യത്തിലുള്ളതാണെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാമത്തിൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവർക്കിതിനകത്ത് നല്ല സംതൃപ്തി കിട്ടിയെന്നുള്ളത് ഇത് കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ റെസ്പോൺസിൽ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ 2 പ്രാവശ്യത്തെ സംതൃപ്തിയോടുള്ള ആറ്റിറ്റ്യൂഡ് പലർക്കും പല തരത്തിലാണ്. ചിലർക്കാണെങ്കിൽ പങ്കാളിയോട് നല്ല സ്നേഹമൊക്കെ കാണും, പക്ഷേ ഈ ഒരു കാര്യത്തിനകത്ത് അത്രയൊരു സംതൃപ്തി അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അവരുടെ നേച്ചർ എന്താണ്, ഏത് രീതിയോടാണ് താല്പര്യം. അതുകൊണ്ട് ബുദ്ധിയുള്ള ചില പുരുഷന്മാർ ആ ഫസ്റ്റ് ഇതിൽ തന്നെ അവർക്ക് സംതൃപ്തി കിട്ടുന്ന രീതിയിൽ പെരുമാറും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുമ്പം എത്ര സമയം ചെയ്യുന്നു എന്നതിനേക്കാൾ എത്ര ക്വാളിറ്റിയോടുകൂടി ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ചിലർക്ക് ലിംഗം കൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ കൂടുതൽ ഏകാഗ്രത കാണിക്കാറുണ്ട്. എന്നിരുന്നാലും വാഗൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അത് തന്നെ വേണം. ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ബ്രെയിൻ കൂടുതലായിട്ട് പ്രതികരിക്കാറുണ്ട്. മാറിടത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ഈ സാഹചര്യത്തിൽ വളരെ വലുതാണ്. എന്നുവെച്ചാൽ ഏതൊരു കാര്യത്തിൻ്റെയും വിജയത്തിന് ആദ്യം വേണ്ടത് മനസ്സ് അനുകൂലിക്കുക എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തും എന്തുകൊണ്ട് സ്പർശിക്കുന്നു എന്നത് ചിലരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സമയത്ത് എന്താണ് സങ്കല്പിക്കുന്നത് അതനുസരിച്ചാണ് എനർജി കിട്ടുന്നത്. ചിലർക്കാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ സങ്കല്പിച്ചെങ്കിലേ ഒരു എനർജി ഫ്ലോ ഉണ്ടാകത്തുള്ളൂ. ഈ ഒരു കാര്യം ഒരു പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല, ആ സമയത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഏതൊരു കാര്യത്തിനകത്താണെങ്കിലും കൂടുതൽ സന്തോഷവും സംതൃപ്തിയൊക്കെ വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഇതിനകത്ത് ഒരു വ്യക്തിയുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു അതനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.